Hope you all are doing well. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ഐ റെക്കോർഡ് മൈ കവർ സോങ്സ് എന്നുള്ളത്. സോ ദിസ് വീഡിയോ ഇസ് ഫോർ ദം. ഇഫ് യു ആർ എ ബിഗിനർ ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന ആപ്പിൽ നമുക്ക് ശരിക്കും ഒരു പ്രോ അല്ലെങ്കിൽ നമ്മളൊരു ഓൺ സ്റ്റുഡിയോ പോലെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത്രയും ഫീച്ചേഴ്സ് ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് ബേസ് ലെവലിൽ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് മാത്രമുള്ളതാണ്. എങ്ങനെയാണ് ആ ഒരു എക്കോ എഫക്റ്റ് കിട്ടുന്നത് മാത്രമാണ് ഞാനിതിൽ പറയുന്നത്. ഇഫ് യു ആർ എ ബിഗിനർ ജസ്റ്റ് കീപ്പ് വാച്ചിങ്. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് ബാൻഡ്ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ബാൻഡ്ലാബ് ആപ്പ് ഓർക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണും. ആ താഴെയുള്ള പ്ലസ് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ വോയിസ് ഓർ ഓഡിയോ ഇമ്പോർട്ട് ഫയൽ എന്നിട്ടുള്ള സംഭവം കാണും. അതിൽ വോയിസ് ഓർ ഓഡിയോ സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണും. ഇതിൽ മുകളിലുള്ള 3 സംഭവങ്ങളുണ്ടോ. അതിൽ രണ്ടാമത്തെ ആക്കി കഴിഞ്ഞാൽ നടുക്കത്തെ വരുന്നത് ലിറിക്സ് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്തിട്ടോ നമുക്ക് ലിറിക്സ് അവിടെ കയറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാത്ത ലിറിക്സൊക്കെ ആണെങ്കിൽ അതിനകത്ത് നോക്കിയിട്ട് തന്നെ ജസ്റ്റ് നമുക്ക് പാട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു റെഡ് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ വോയിസ് റെക്കോർഡ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും. ഒന്നുകൂടി ആക്കി കഴിഞ്ഞാൽ അത് പോസ് ആവുകയും ചെയ്യും. അൺഡൂൻ്റെ ഓപ്ഷൻ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ഫസ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ഞെക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് എഫക്ട്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എഫക്ട്സ് അതിൽ കാണാൻ പറ്റും. ഒരുപാട് എഫക്ട്സ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലാർജ് സ്റ്റുഡിയോ റിവേർബ് എന്ന് പറഞ്ഞിട്ടുള്ള എഫക്ട്സ് ആണ്. അതിനകത്ത് ജസ്റ്റ് ആ ഒരു സ്റ്റാറിൻ്റെ ഇപ്പുറത്തുള്ളത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഞാൻ അത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അത് യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ മദർ സോങ്സ് ഈ എക്കോ എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിലാണ് ഞാൻ ആ ഒരു എഫക്ട്സ് യൂസ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡീനോയ്സ് ചെയ്തിട്ട് മാത്രം ബേസിക് ആയിട്ട് ചെയ്യൽ മാത്രമേ ഉള്ളൂ. ഡീനോയ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ മുകളിൽ ഈ ഒരു ഇൻഡു ബട്ടൺ കണ്ടില്ലേ, അവിടെ നോക്കി കഴിഞ്ഞാൽ വോയിസിൻ്റെ അവിടെ പോവും. അവിടുന്ന് ആ വോയിസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഡോട്ട്സ് കാണാൻ പറ്റും. ആ 3 ഡോട്ട്സ് നോക്കി കഴിഞ്ഞാൽ കുറച്ച് താഴെ ഡീനോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ കാണാൻ പറ്റും. അത് നോക്കിയാൽ നിങ്ങളെ വോയിസ് ഫുള്ള് ഡീനോയ്സ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ വോയിസ് കൂട്ടണോ കുറക്കണോ എന്നൊക്കെയുള്ളൊരു ഓപ്ഷനും കൂടി അവിടെ തന്നെ ഉണ്ട് ആ മുകളിൽ ഭാഗത്ത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ബേസിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് ഞാൻ ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അവർ വേറെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇതെങ്ങനെയാണ് സേവ് ചെയ്യാന്നുള്ളത്, ഗാലറിയിലേക്ക് എങ്ങനെ വരുക എന്നുള്ളത്, എങ്ങനെ സേവ് ചെയ്യാന്നുള്ളത് കാണും. മുകളിലുള്ള ഒരു സേവ് ബട്ടൺ നിൽക്കുക. അപ്പോൾ സേവ് ഓർ പബ്ലിഷ് വരും. ജസ്റ്റ് ഒരു സോങ് ടൈറ്റിൽ കൊടുക്കുക. സേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് നെറ്റ് ആവശ്യമുണ്ട്, നെറ്റ്വർക്കിൻ്റെ ആവശ്യമുണ്ട്. ഒരു 2 മിനിറ്റ്, ഒരു 2 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിങ്ക് ആയിട്ട് നമുക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ആസ് ഓഡിയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ആസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണും. ഞാൻ അധികം വീഡിയോ ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് ആയി നമ്മൾ ഗാലറിയിലേക്ക് വന്നിട്ടുണ്ടാവും. അതായത് നമുക്ക് ഈ വീഡിയോ ഒക്കെ ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ആ ഒരു ലാസ്റ്റ് മ്യൂസിക് ഫോൾഡർ ഉണ്ടോ അവിടെ തന്നെ ഉണ്ടാവും. എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോസൊക്കെ അതിനകത്ത് ഉണ്ടാവും. സേവ് ചെയ്തത് മാത്രമേ. പിന്നെ നമുക്ക് ഇതിൽ വേറൊരു നല്ല ഫീച്ചറാണ്, എനിക്ക് നല്ല ഫീച്ചറായിട്ട് തോന്നിയൊരു കാര്യമാണ് നമ്മൾ ആ വീഡിയോ ഫയൽസ് ഇമ്പോർട്ട് ചെയ്തിട്ട് അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ട് ഫയലിനൊക്കെ അതിനകത്ത് വീഡിയോ ലൈബ്രറി നോക്കിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ജസ്റ്റ് ബേസിക് മാത്രമാണ്. എക്കോ എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ലാർജ് സ്റ്റുഡിയോ റിവേർബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എഫക്ട്സ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡീനോയ്സ് ചെയ്തിട്ട് മാത്രം. ഇത് ജസ്റ്റ് ഞാനങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ പ്രോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ സ്റ്റുഡിയോ ആയിട്ടൊക്കെ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ കുറേ വീഡിയോസ് ബാൻഡ്ലാബിനെ കുറിച്ചിട്ട് യൂട്യൂബിലുണ്ട്. ജസ്റ്റ് അത് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. സോ ഹാപ്പി ക്രിയേറ്റിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.